ഹായ്. സോ അക്കൗണ്ടൻസി അല്ലെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെയും ലോയുടെയും ഒക്കെ എക്സാംസ് കഴിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ. നെക്സ്റ്റ് നമ്മളുടെ ടാക്സേഷൻ എന്നുള്ള പേപ്പറാണ്. ടാക്സേഷനിൽ നമുക്കറിയാം 50 മാർക്സ് ഫോർ DT, 50 മാർക്സ് ഫോർ IDT ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡയറക്റ്റ് ടാക്സിൻ്റെ ഫൈനൽ ലാപ്പാണ് ചെയ്യുന്നത്. IDTയുടെ ഫൈനൽ ലാപ്പ് അൻപത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സെഷൻ തീർക്കുന്നതാണ്, ഈ ഒരു വീഡിയോ തീർക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കണമല്ലോ, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഒന്ന് ഒരു ട്രെൻഡ് എങ്ങനെയാണ് ലാസ്റ്റ് 2 എക്സാംസിൻ്റെ ബേസിസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് മാർക്ക് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് മാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പെട്ടെന്നൊന്ന് പറയും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാര്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് ഫോർ Jan 25 എക്സാമിനേഷൻ. RTP തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് പോയിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല ഓരോ ചാപ്റ്റേഴ്സും എവിടേക്കാണ് വന്നിട്ടുള്ളത്. അതിൽ IFOSലെ സെക്ഷൻ 1020 ഗൈഡ് ലൈൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്, ഡിഫറൻറ്റ് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഇതുവരെ ഗോ ത്രൂ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പോകും. ആൾറെഡി ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതൊന്ന് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക കളറിൽ തന്നെ ഇത് ഇടാനുള്ള കാരണം. ദെൻ RTP മോക്ക് 1 മോക്ക് 2 നിങ്ങൾ പോയിട്ടുണ്ട്, അതിലൂടെ നിങ്ങളൊന്ന് പോയിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് ഞാൻ പറയുന്നത്. പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ റിവിഷൻ സമയത്തോ ഒക്കെ കാണാത്ത ക്വസ്റ്റ്യൻസ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യാം. മോക്ക് 1 മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യുക, മോക്ക് 2 മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യുക. ഈ ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ DTയുടെ ടോട്ടൽ മാർക്സ് നോക്കുകയാണെങ്കിൽ ഈ ടാക്സേഷൻ എന്നുള്ള പേപ്പറിന് 100 മാർക്സ് ആണ്. 54 DT, 54 IDT. ബട്ട് DTയിൽ മാത്രം അല്ലെങ്കിൽ IDT മാത്രമാണെങ്കിൽ 120 ആണല്ലോ. 60 അല്ല, പിന്നെ ഒരു 4 മാർക്ക് എക്സ്ട്രാ കൂടെ 64 മാർക്സിന് വരും. ഇതിലാണ് നമ്മൾ 50 എഴുതേണ്ടത് അല്ലേ. അതിൽ 15 മാർക്സ് MCQ ആണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ MCQ 15 മാർക്സിന് വരും. മൊത്തം 50 ആണ്. ദെൻ MCQ 15 ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് 35 ഉണ്ട്. ഇങ്ങനെയായിരിക്കും മാർക്സ് വരുന്നത്. ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് ഒരു 49 മാർക്സിന് വരും. അതിൽ 35 വി ഹാവ് ടു റൈറ്റ് അല്ലേ. 10 മാർക്സ് നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ദെൻ ഒരു ഓപ്ഷനിൽ തന്നെ 2 ഓപ്ഷനായിട്ട് വരുമല്ലേ, ഒരു ഓർ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അതും കൂടെ ഉൾപ്പെടെ 35 ഔട്ട് ഓഫ് 49 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ആസ് പെർ സെപ്റ്റംബർ 2024 എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവാണ് നമ്മൾ പറയുന്നത്. MCQയിൽ കൂടുതലും HP വരാറുണ്ട്, TDS വരാറുണ്ട്, ഇതെല്ലാം വരാറുണ്ട്. അപ്പോൾ MCQ പാർട്ട് നമ്മൾ തന്നെ RTP മോക്ക് 1 മോക്ക് 2 സജസ്റ്റഡ് ആൻസേഴ്സ് ഇത്രയും MCQയും നമ്മൾ ഈ എക്സാമിന് വരുന്ന MCQs നമ്മൾ ആൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്റ്റീവാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആസ് പെർ സെപ്റ്റംബർ 24 ആണെങ്കിലും മെയ് 24 ആണെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം വന്നിട്ടുള്ളത് 15 മാർക്സ് ആണ്. ഇതോ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ബട്ട് കറക്റ്റ് ചെയ്താൽ 15 മാർക്സ്. അപ്പോൾ അതിൽ വരുന്നത് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കേണ്ടി വരും, ടാക്സ് കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. ഡിഫോൾട്ട് ടാക്സ് റിജിം ആണെങ്കിലും ഷിഫ്റ്റ് ഔട്ട് ഓപ്ഷൻ ആണെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. AMT ആപ്ലിക്കേഷൻ നിങ്ങളവിടെ എന്ത് ചെയ്യണം, ഓർത്തോളണം. സോ ഇൻഡിവിജ്വൽ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരാറ്, കമ്പനിയുടെ ഒന്നല്ല. ഇൻഡിവിജ്വൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഹെഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയേണ്ടി വരും. സോ ഇത് വളരെ സജസ്റ്റ് നിങ്ങൾ എക്സാമിന് തലേ ദിവസം എന്നുള്ള രീതിയിൽ ഒരു കമ്പ്യൂട്ടേഷനെങ്കിലും 1-2 കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ഇത് കമ്പൽസറിയാണ്. ആൻഡ് ഇത് ആരും വിടരുത്. കാരണം ഓപ്ഷൻ അല്ല, ഒന്ന് കമ്പൽസറിയാണ്. പിന്നെ ഇതിൽ ഒരു 6 to 8 മാർക്ക് കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല അല്ലേ. 6 to 8 മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും. നമ്മുടെ ഫോമാറ്റിങ്ങും ദെൻ 1-2 ഹെഡ്സും കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു 6 to 8 മാർക്സ് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു ചാൻസ് നമ്മൾ എടുക്കരുത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 2 കേസിൽ നോക്കുകയാണെങ്കിലും അല്ലേ, ഇവിടെ 4 മാർക്കിന് ഇവിടെ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ റെസിഡൻസ് സ്റ്റാറ്റസ് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ, വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു റിക്യാപിറ്റുലേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 പേജസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. റെസിഡൻസ് സ്റ്റാറ്റസ് ആൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളതാണ് കഴിഞ്ഞ 2 എക്സാമിനും 2A ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 2B1 TDS അതിൻ്റെ ഒരു ഇൻട്രസ്റ്റോ നോൺ ഡിഡക്ഷൻ്റെ ഇൻട്രസ്റ്റോ ആണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിന് അതിന് മുന്നേ മെയ് 24 നോക്കുകയാണെങ്കിലും TDS ആണ്. 2B2 TCS ആണ്. അപ്പോൾ അവിടെ നോർമലി വരുന്നത് TDSഉം TCSഉം ആണ് നോർമലി വരാറ്. ഇത്തവണ ചിലപ്പോൾ മാറാം, പക്ഷെ ഞാനൊരു ട്രെൻഡ് പറയുകയാണ്.
ദെൻ ഓരോ ഹെഡും ചോദിച്ചിട്ടുണ്ട്. 3A സാലറി, 3B ക്യാപിറ്റൽ ഗെയിൻ, ഇതിൻ്റെ മാർക്സുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇൻകം എഗെയിൻ, അപ്പോൾ ടോട്ടൽ ഇൻകം ഇവിടെയും വരും. ദെൻ 4A എന്നുള്ള ഇത്ര വരുന്നുണ്ട്, ഒരു 6 മാർക്കും. സോ 21 മാർക്സും ടോട്ടൽ ഇൻകം ബേസ് ചെയ്തിട്ടാണ് 21 മാർക്സും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകത്തിൽ എന്തായാലും ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ കുറച്ച് പാടാണ് അല്ലേ. ഫുൾ മാർക്ക് കിട്ടാനും കുറച്ച് പാടാണ്, ഫുൾ മാർക്ക് നഷ്ടപ്പെടാനും പാടാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ 4Bയിൽ റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട പാർട്ടാണ്. ഏറ്റവും കുറച്ച് പോർഷനേ ഉള്ളൂ, പഠിക്കാൻ വളരെ ഈസിയാണ്. ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും റിട്ടേൺ ഓഫ് ഇൻകം ആണ് നമുക്ക് TDSഉം, ഇത് മൂന്നുമാണ് നോർമലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറ്. ഓക്കെ, അപ്പോൾ ആ മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ തന്നെ ഓർ ക്വസ്റ്റ്യനിലും റിട്ടേൺ ഓഫ് ഇൻകത്തിൽ തന്നെയാണ് 4 മാർക്കിൻ്റെ അല്ലേ. 8 മാർക്കിൽ 4 മാർക്കാണ് നമ്മൾ എഴുതേണ്ടത്. അത് സാധാരണയായിട്ട് റിട്ടേൺ ഓഫ് ഇൻകം എന്നുള്ള ചാപ്റ്ററിലാണ് ലാസ്റ്റ് 2 എക്സാമിനും വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഹെഡ് ഇവിടെ സാലറി ഇല്ല, പകരം IFOS ആണ് ഇതിൻ്റെ മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ PGBP ഒരു പെർട്ടിക്കുലർ ഡിഡക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. 35 എന്നുള്ള പെർട്ടിക്കുലർ ഡിഡക്ഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. ദെൻ 4A നോക്കൂ, 2 അറ്റംപ്റ്റിലും ടോട്ടൽ ഇൻകം തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 6 മാർക്ക് അഡീഷൻ. അപ്പോൾ 21 മാർക്സ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മാത്രമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. 21 മാർക്സ് വന്നിട്ടുണ്ട്. റിട്ടേൺ ഓഫ് ഇൻകം ആസ് യൂഷ്വൽ 4 മാർക്കിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡ്. ഇതാണ് നമ്മുടെ ഒരു ട്രെൻഡ്. നമുക്ക് ലാസ്റ്റ് 2 എക്സാംസും ന്യൂ സിലബസ് വന്നതിന് ശേഷം 50-50 DTക്കും IDക്കും ആക്കിയതിന് ശേഷം വന്ന ഒരു ട്രെൻഡ് ഇതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. സോ ടോട്ടൽ ഇൻകം ഏകദേശം 21 മാർക്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം ചെയ്യാതെ പോകുക എന്നുള്ളത് ഭയങ്കര പാട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ നമ്മൾ ടാക്സ് പോലത്തെ ടാക്സ് DT ആയിക്കോട്ടെ IDT ആയിക്കോട്ടെ നമ്മൾ മസ്റ്റായിട്ട് ഗോ ത്രൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്. ചിലപ്പോൾ എക്സാമിന് വരാറില്ല, എന്നാൽ പോലും നമ്മൾ അവിടെ ഒരു ചാൻസ് എടുക്കരുത്. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് ഫോർ Jan 25 എക്സാമിനേഷൻ എന്നുള്ളൊരു സ്പെഷ്യൽ ഡോക്യുമെൻ്റ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ പബ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. RTPയുടെ ഫസ്റ്റ് ചെന്നാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്താൽ ഒരു 20-30 പേജസ് അതുണ്ട്. പക്ഷെ അതിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണ്. അതിൽ പറയുന്നത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഒരു അമെൻമെൻറ്റ് പറയുന്നുണ്ട്. സെക്ഷൻ 35D ഉണ്ടല്ലോ, അതിൻ്റെ ടൈം ലിമിറ്റ് ഫോർ ഫർണിഷിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ചെറിയൊരു ഏരിയ ഉണ്ട്. ആ ഒരു കാര്യം അതിലൊരു ചെറിയ അമെൻമെൻറ്റ് പറയുന്നുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്ന കാര്യം IFOSലെ സെക്ഷൻ 1010D ഗൈഡ് ലൈൻസ് ആണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ചോദിക്കാൻ വലിയ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ വലിയ സാധ്യത ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാതെയും ഇരിക്കാം. ബട്ട് നമ്മൾ അതിലൊരു ചാൻസ് എടുക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സെക്ഷൻ 1010Dക്ക് നമ്മളൊരു ചാൻസ് എടുക്കരുത്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ഏരിയയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. ദെൻ TDS TCSലൊക്കെ ചെറിയ അമെൻമെൻറ്റ്സുകൾ പറയുന്നുണ്ട്. റിട്ടേൺ ഓഫ് ഇൻകത്തിലും ഇതെല്ലാം വലിയ ചാൻസുകൾ ഇല്ലാത്ത അമെൻമെൻറ്റുകളാണ്. എന്നാലും ഇതൊരു പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ദെൻ RTP നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോവാം. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. മോക്ക് 2 നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ഈസ് നിങ്ങൾക്ക് ഓൺ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഈ ഒരു ഭാഗമാണ് സാധാരണ നമ്മുടെ നോട്ട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ഏറ്റവും എൻഡിൽ അല്ലേ, ടെസ്റ്റ് യുവർ നോളജിൻ്റെ മുന്നേ ആയിട്ട് വരുന്ന പാർട്ടാണ് ലെറ്റസ് റിക്യാപിറ്റുലേറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം. അതിൻ്റെ അർത്ഥം എന്താണ്, സമ്മറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സിലൂടെ ഒന്നും കൂടെ പോവുക. നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത് മെയിൻ പോയിന്റ്സ് ഒക്കെ എനിക്ക് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇത് പഠിക്കാനല്ല, ജസ്റ്റ് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാർട്ടിലൂടെ പോകാം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം വെച്ച് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് 7 പേജസേ ഉള്ളൂ. സോ പക്ഷേ അതിൽ പല കാര്യങ്ങളും നിങ്ങൾ ഇനി ഓർക്കേണ്ട കാര്യമായിരിക്കില്ല. ടാക്സ് എന്താണ്, SSC എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ക്വസ്റ്റ്യനും വരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ വരേണ്ട സാധനമാണ്. അപ്പോൾ ഇത് ലാസ്റ്റിലോട്ട് വെച്ചാലും കുഴപ്പമില്ല. ബട്ട് ദിസ് വൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് എല്ലാ തവണയും ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതും വളരെ കുറച്ചേ ഉള്ളൂ റിവൈസ് ചെയ്യാനുള്ളത്. സാലറി 12 പേജുണ്ട്, HP പക്ഷേ 5 പേജുള്ളൂ. അപ്പോൾ
പിന്നെ HP എടുക്കുക. അതുപോലെ പിന്നെ IFOS വളരെ കുറച്ചേ ഉള്ളൂ. ക്ലബിങ് വെറും 4 പേജസേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ ആൾറെഡി കവർ ചെയ്തു, ഇന്ന് നൈറ്റ് തന്നെ ഞാൻ കവർ ചെയ്തു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവും നിങ്ങളുടെ റിവിഷനിൽ. ദെൻ അഗ്രിഗേറ്റ് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് 4 പേജസേ ഉള്ളൂ. പ്രൊവിഷൻസ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം 8 പേജേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ കവർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി വലിയൊരു പാർട്ട് കവർ ചെയ്തു, നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇത് കിട്ടും. ഇനി അടുത്തൊരു സെഷനിലോട്ട് പോകുമ്പോൾ സാലറി ആയിക്കോട്ടെ 12 പേജ് ഉണ്ട്, PGBP 22 പേജസ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ 18 പേജസ് ഉണ്ട്. അപ്പോൾ PGBPയിൽ 22 പേജിൽ എല്ലാം ഒന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. അത് ഓക്കെയാണ്, നിങ്ങൾ പുതുതായിട്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതിലെല്ലാം കൂടെ ഒന്ന് മെയിൻ പോയിന്റ്സിലൂടെ ഒന്ന് പോകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തുപയോഗിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ലെറ്റസ് റീക്യാപിറ്റുലേറ്റ് എന്നുള്ള ഒരു ഭാഗം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും എത്ര പേജസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലുള്ളത് അല്ലേ അഡ്വാൻസ് ടാക്സ്, TDS, TCS എന്നുള്ളതാണ്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. റീക്യാപിറ്റുലേറ്റിലാണെങ്കിൽ പോലും അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഈ ഒരു സംഭവം. DT പോലത്തെ സബ്ജക്റ്റിന് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻകം ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ടേഷൻ ഒപ്റ്റിമൈസേഷൻ, അതിൽ റീക്യാപിറ്റുലേഷൻ ഒന്നുമില്ല, അത് നമുക്കിത് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് അല്ലേ. 15-21 മാർക്കിന് കമ്പൽസറി ആയിട്ട് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്. ഇത്രയാണ് നമുക്ക് DTക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം IDTയും കൂടെ അവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നിങ്ങളായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. സാധാരണ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും ക്ലാസ്സിൽ നിന്നൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം ഇത് ചെയ്യണം എന്ന് ചെയ്തിട്ടുള്ള ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ എടുക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. അതർ ദാൻ ഈ പോയിന്റ് നിങ്ങൾ പുതുതായിട്ട് പഠിച്ചാലും വലിയ കുഴപ്പമില്ല. IFOSലെ 10-10D എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്, സാധാരണ DTയും IDT ചെയ്യുമ്പോൾ 2 ബുക്ക്ലെറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം DT എഴുതണം പിന്നെ IDT എഴുതണം, അങ്ങനെയുണ്ട്. വാട്ട് ഐ സജസ്റ്റ്, നിങ്ങൾ ആദ്യം കൂൾ ഓഫ് ടൈമിൽ ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ 2ലും മാർക്ക് ചെയ്യുക, 2ഉം എഴുതി തുടങ്ങുക, ഒരുമിച്ച് എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. പല കുട്ടികളും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, ആദ്യം ഞാൻ DT എഴുതി, അല്ലെങ്കിൽ അപ്പോൾ ഒരുപാട് സമയം പോയി IDT എഴുതാൻ പറ്റിയില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. 2ലെയും അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾ ആദ്യം DT പിന്നെ IDT, അല്ലെങ്കിൽ ആദ്യം IDT പിന്നെ DT എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ട. ഞാൻ ആദ്യം ചെയ്യുന്നത് 2ഉം ഒരുമിച്ച് എഴുതും. ഏതിലാണോ എനിക്ക് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആൻസേഴ്സ് ഉള്ളത് അതിലെഴുതും. DTക്ക് ഇത്ര മിനിമം വേണം, IDTക്ക് ഇത്ര മിനിമം വേണം എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് തന്നെ എഴുതുക. MCQ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. ആദ്യം സേഫ് സോൺ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അറിയുന്ന ഡിസ്ക്രിപ്റ്റീവ് തന്നെ ചെയ്ത് തുടങ്ങിയിട്ടൊരു ഓക്കെ ഞാൻ കുറച്ച് ആയി, എനിക്കൊരു 10-15 മാർക്ക് ഞാൻ ഉറപ്പിച്ചു, അല്ലെങ്കിൽ 20 മാർക്ക് ഞാൻ ഉറപ്പിച്ചു, എന്നിട്ട് MCQ കൂടെ എടുക്കുക. അപ്പോൾ MCQയിൽ ഔട്ട് ഓഫ് ഇപ്പോൾ DTയുടെ കാര്യങ്ങളിൽ 15-ൽ 10 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻറ്റോടെ തന്നെ എക്സാം ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. കഴിഞ്ഞ തവണ ഒരുപാട് വർഷങ്ങളായിട്ട് DT IDTക്ക് എക്സംഷൻ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഒരുപാട് സ്റ്റുഡൻസിന് DT IDക്ക് എക്സംഷൻ ഉണ്ട്. 50-50 ആയതിനു ശേഷം MCQ പാർട്ട് വന്നതിന് ശേഷവും നല്ല മാറ്റം എന്തിൽ വരുന്നുണ്ട്. MCQ വന്നതിന് ശേഷം ഭയങ്കര ഒരു മാറ്റം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, DT IDTയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എക്സംഷൻ തന്നെ വരുന്ന ഒരു പേപ്പർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്.